സ്പെയിനിന്റെ രാജാക്കന്മാർ തിരിച്ചെത്തിയിരിക്കുന്നു. ലാലിഗ 2026 കിരീടമിനി കാറ്റാലൻ പടക്ക് സ്വന്തമാണ്. വിശ്വപ്രസിദ്ധമായ ആ പഴയ പ്രതാപത്തിലേക്ക് ബാർസലോണ തിരികെ എത്തിയിരിക്കുന്നു. എതിരാളികളെ നിഷ്പ്രഭരാക്കി മൈതാനത്ത് വിസ്മയം തീർത്ത ഹാൻസി ഫ്ലിക്കിന്റെ പടയാളികൾ സ്പെയിനിന്റെ സിംഹാസനത്തിൽ തുടർച്ചയായി 2ാം തവണയും കിരീടം നേടുന്നു. ഇത് വെറുമൊരു വിജയമല്ല, ഇത് ബാർസലോണയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ക്യാമ്പ് നൗവിൽ നടന്ന ക്ലാസിക് പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിനെ 2-0 തകർത്ത ബാർസലോണ 29ാം ലാലിഗ കിരീടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഹാൻസി ഫ്ലിക്കിന്റെ ടീം 91 പോയിന്റുമായി കിരീടം ഉറപ്പിച്ചിരിക്കുന്നു. 2ാം സ്ഥാനത്തുള്ള റയലിനേക്കാൾ 14 പോയിന്റ് മുന്നിലാണ് ബാർസലോണ. 69 പോയിന്റുമായി വിയ്യാറയലാണ് 3ാം സ്ഥാനത്ത്. ലീഗിൽ 4 മത്സരങ്ങളാണ് ബാർസലോണക്ക് ബാക്കിയുള്ളത്. വളരെ നേരത്തെ തന്നെ കിരീട പ്രതീക്ഷകൾ നിലനിർത്താൻ റയൽ മാഡ്രിഡിന് വിജയം അനിവാര്യമായിരുന്നു. പക്ഷേ കളി ആരംഭിച്ച് 9 മിനിറ്റിനുള്ളിൽ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ആ പ്രതീക്ഷകൾ തകർത്തു. ബോക്സിന് പുറത്ത് അന്റോണിയോ റൂഡ്രിഗർ ഫെറാൻ ടോറസിനെ ഫൗൾ ചെയ്തു. റാഷ്ഫോർഡ് ടിബോ കോർട്ടോയിസിനെ കീഴടക്കിക്കൊണ്ട് ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. 9 മിനിറ്റിന് ശേഷം ബാർസലോണ ലീഡ് ഇരട്ടിയാക്കി. ഡാനി ഓൾമോയുടെ അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസ് ആണ് ഗോൾ നേടിയത്. ഈ വിജയം ഫ്ലിക്കിന് തുടർച്ചയായി 2 ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുക്കുകയാണ്. ഈ സീസണിൽ ലാലിഗയും കോപ്പ ഡെൽറയും അങ്ങനെ ഇരട്ട കിരീടങ്ങൾ ഫ്ലിക്ക് നേടിക്കൊടുക്കുകയാണ്. സ്പെയിനിന്റെ രാജാക്കന്മാരായി ബാർസലോണ ഒരിക്കൽ കൂടി മാറിയിരിക്കുന്നു. ക്യാമ്പ് നൗവിൽ നടന്ന ആവേശകരമായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബാർസലോണ തങ്ങളുടെ 29ാം ലീഗ് കിരീടം ഉറപ്പിച്ചിരിക്കുകയാണ്. 3 മത്സരങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഈ വിജയത്തിന് ഫുട്ബോളിനപ്പുറം വൈകാരികമായ മറ്റൊരു വശമുണ്ട്. പരിശീലകൻ ഹാൻസി ഫ്ലിക്കിന്റെ പിതാവ് കഴിഞ്ഞ ദിവസത്തിൽ മരണപ്പെട്ടിരുന്നു. തന്റെ ദുഃഖത്തിനിടയിലും ടീമിനോടൊപ്പം നിന്ന കോച്ചിന്റെ അടുത്തേക്കാണ് ഗോളുകൾ നേടിയ ശേഷം താരങ്ങൾ ഓടിച്ചെന്നത്. മറുവശത്ത് റയൽ മാഡ്രിഡ് തകർച്ചയുടെ വക്കീലാണ്. ടീമിനുള്ളിലെ അടിപിടിയെ തുടർന്ന് പരിക്കേറ്റ വാൽവർദ്ധയില്ലാതെയാണ് റയൽ മാഡ്രിഡ് ഇറങ്ങിയത് തന്നെ. സംഘർഷണത്തിൽ ഉൾപ്പെട്ട ചൗമേനി ആദ്യ 11-ൽ ഉണ്ടായിരുന്നുവെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ അൽവാരോ അർബലാബയുടെ താരങ്ങൾക്കായില്ല. വിനീഷ്യസ് ജൂനിയറിന് ലഭിച്ച അവസരങ്ങൾ ബാർസോ ഗോൾ കീപ്പർ ജോവാൻ ഗാർഷിയ സമർത്ഥമായി തടഞ്ഞിട്ടു. തുടർച്ചയായ 2ാം തവണയാണ് ബാർസലോണ ലീഗ് കിരീടം സ്വന്തമാക്കുന്നത്. ഈ സീസണിൽ മാത്രം മൈതാനത്ത് കളിച്ച 18 മത്സരങ്ങളിലും വിജയിച്ചു എന്ന അപൂർവ റെക്കോർഡും ഇതോടെ ബാർസലോണ സ്വന്തമാക്കി. 2ാം സ്ഥാനത്തുള്ള റയലിനേക്കാൾ 14 പോയിന്റിന്റെ അജയ്യമായ ലീഡാണ് നിലവിൽ ഹാൻസി ഫ്ലിക്കിന്റെ പടക്കുള്ളത്. ലാലിഗയിൽ ബാർസലോണയുടെ തുടർച്ചയായ 2ാം കിരീടധാരത്തിന് പിന്നിൽ പരിശീലകൻ ഹാൻസി ഫ്ലിക്കിന്റെ കൃത്യമായ പ്ലാനിങ്ങും തന്ത്രങ്ങളുമാണ് കായിക ലോകം കണ്ടിരുന്നത്. 2024 മെയ് മാസത്തിൽ ചുമതലയേറ്റെടുത്ത ഫ്ലിക്ക് വെറും 2 വർഷത്തിനുള്ളിൽ 6-ൽ 5 ആഭ്യന്തര കിരീടങ്ങൾ ക്ലബിലെത്തിച്ച് തൻ്റെ പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ്. താരനിബിഡമായ റയൽ മാഡ്രിഡിനെ 14 പോയിന്റുകൾക്ക് പിന്നിലാക്കിയാണ് ഫ്ലിക്കിന്റെ സംഘം ഇത്തവണ ആ കിരീടം നിലനിർത്തിയത്. ബാർസലോണയിലെത്തിയ നിമിഷം മുതൽ ടീമിന്റെ ശാരീരിക ക്ഷമതയിലും അച്ചടക്കത്തിലുമാണ് ഫ്ലിക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കളിക്കാർക്കിടയിൽ കർശനമായ അച്ചടക്കം കൊണ്ടുവന്ന അദ്ദേഹം ടീമിന് കൂടുതൽ വേഗതയേറിയതും നേരിട്ടറിഞ്ഞതുമായുള്ള ആക്രമണ ശൈലിയാണ് നൽകിയിരുന്നത്. യോഹാൻ ക്രൈഫിന്റെയും പെപ് ഗാർഡിയോളയുടെയും ഫുട്ബോൾ ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് തൻ്റെ ശൈലിയെന്ന് അദ്ദേഹം തുടക്കത്തിലെ വ്യക്തമാക്കിയിരുന്നു. യുവതാരങ്ങളെ കണ്ടെത്തുന്നതിലും അവരെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കുന്നതിലും വിജയിച്ചു അയാൾ എന്ന് തീർച്ചയായും പറയാം. ലാമിൻ യമാൽ എന്ന കൗമാര പ്രതിഭയുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഫ്ലിക്ക് തന്റെ ടാക്ടിക്കൽ പാറ്റേണുകൾ മാറ്റിയെഴുതി. യമാലിന് പുറമെ പൗ കുബാർസി, ഫെർമിൻ ലോപ്പസ് തുടങ്ങിയ ലാമാസിയ താരങ്ങളെ ടീമിന്റെ പ്രധാന ഭാഗമാക്കി മാറ്റുന്നതിലും അദ്ദേഹം വിജയിച്ചു. പരിക്കുകൾ മൂലം പ്രധാന താരങ്ങൾ പുറത്താഴപ്പോഴും യുവനിരയെ വിശ്വസിച്ച് ടീമിനെ വിജയവഴിയിൽ നിലനിർത്താൻ ഫ്ലിക്കിന് സാധിച്ചിരിക്കുകയാണ്. റോബർട്ട് ലെവൻഡോസ്കിയുടെ പഴയ ഫോം തിരികെ കൊണ്ടുവരുന്നതിലും റാഫിനിയെ കൂടുതൽ അപകടകാരിയായി മാറ്റുന്നതിലും
അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ടീമിലെ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായ ചുമതലകൾ നൽകുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും എത്തിയ റാഷ്ഫോർഡിനെ സൂപ്പർ സബ്ബായി ഉപയോഗിച്ച് മത്സരഫലം അനുകൂലമാക്കുന്നതിലും ഫ്ലിക്ക് മികവ് കാട്ടി. തന്ത്രങ്ങൾക്കപ്പുറം കളിക്കാരുടെ മാനസികാരോഗ്യത്തിനും ഫ്ലിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പരിശീലകനാണ്. പ്രതിരോധ താരം റൊണാൾഡോ അരോഹോയ്ക്ക് മാനസികാരോഗ്യത്തിനായി അവധി നൽകിയതും അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മാനിക്കണമെന്നും മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടതും ഫ്ലിക്കിൻ്റെ മാനുഷികമായ സമീപനത്തിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. റയൽ മാഡ്രിഡ് ഡ്രസ്സിംഗ് റൂമിലെ പടലപ്പിണക്കങ്ങൾ കാരണം തകരുമ്പോൾ തൻ്റെ ടീമിനെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ കഴിഞ്ഞതാണ് ഫ്ലിക്കിൻ്റെ ഏറ്റവും വലിയ വിജയം.